നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭൂമാഫിയയ്ക്ക് വേണ്ടിയുള്ള റോഡ് വികസനമല്ലാതെ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ മറ്റൊരു വികസനവും കഴിഞ്ഞ 10 വർഷക്കാലം നടന്നിട്ടില്ലെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ. മലമ്പുഴയിലെ വികസനം പരസ്യവാചകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണെന്നും മലമ്പുഴ മണ്ഡലത്തിലെ ജനവികാരം MLAയ്ക്കും സർക്കാരിനും എതിരാണെന്നും V. ഉണ്ണികൃഷ്ണൻ. മലമ്പുഴ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ആരോപിച്ച് MLA ഓഫീസിലേക്ക് BJPയുടെ പ്രതിഷേധ മാർച്ച്. LPG ക്ഷാമം. ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാത്ത സാഹചര്യത്തിൽ ഷൊർണൂരിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടി തുടങ്ങി. ബേക്കറി കച്ചവടക്കാരും ആശങ്കയിൽ. ഹോട്ടലുകൾ അടച്ചുപൂട്ടിയത് ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടർ കിട്ടാത്ത സാഹചര്യത്തിൽ. ഗ്യാസ് ക്ഷാമം രൂക്ഷമാവുകയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും ആശങ്ക. ചെറുതുരുത്തിയിലും LPG ക്ഷാമം. വിവിധ ഹോട്ടലുകൾ പൂട്ടി. നിരവധി തൊഴിലാളികൾക്ക് താൽക്കാലിക തൊഴിൽ നഷ്ടം. പ്രതിസന്ധി പരിഹരിക്കാൻ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഹോട്ടൽ ഉടമകൾ. തിരുവോണനാളിൽ വയോധികന്റെ ദേഹത്ത് തിളച്ച വെള്ളമൊഴിച്ച ക്രൂരതയിൽ അയൽവാസി പിടിയിൽ. തൃശൂർ വടക്കാഞ്ചേരി തെക്കുംകുറ സ്വദേശി രാജനാണ് പോലീസിന്റെ പിടിയിലായത്. ദൃക്സാക്ഷികളോ CCTV ദൃശ്യങ്ങളോ ഇല്ലാതിരുന്ന കേസിൽ പ്രതിയുടെ സംശയാസ്പദമായ പെരുമാറ്റവും സുഹൃത്തുക്കളോടുള്ള കുറ്റസമ്മതവും 6 മാസം നീണ്ട ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി കുടുങ്ങിയത്. കൂടൂർ കോട്ടായി റോഡിൽ സുരക്ഷിത നടപ്പാത നിർമ്മാണത്തിന് അനുമതിയായതായി രാഹുൽ മാങ്കുട്ടത്തിൽ MLA. പദ്ധതിക്കായി 5 കോടി 10 ലക്ഷം രൂപയുടെ അനുമതി. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് രാഹുൽ മാങ്കുട്ടത്തിൽ MLA കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് അനുമതിയായത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നടപ്പാത നിർമ്മാണ പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും കരാറുകാരനെ നിശ്ചയിച്ചതായും രാഹുൽ മാങ്കുട്ടത്തിൽ MLA. വാർത്തകൾ വിശദമായി. ഭൂമാഫിയയ്ക്ക് വേണ്ടിയുള്ള റോഡ് വികസനമല്ലാതെ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ മറ്റൊരു വികസനവും കഴിഞ്ഞ 10 വർഷക്കാലം നടന്നിട്ടില്ലെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മലമ്പുഴയിലെ വികസനം പരസ്യവാചകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണെന്നും മലമ്പുഴ മണ്ഡലത്തിലെ ജനവികാരം MLAയ്ക്കും സർക്കാരിനും എതിരാണെന്നും V. ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. മലമ്പുഴ മണ്ഡലത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ച് MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷമായി കർഷകരുടെയോ ദുരിതമനുഭവിക്കുന്ന ആദിവാസി സമൂഹത്തിന്റെയോ പ്രശ്നപരിഹാരത്തിന് MLA ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല. ഭൂമിയും വീടുമില്ലാത്ത വന്യമൃഗ ഭീഷണിയിൽ ആദിവാസി സമൂഹം ഉൾപ്പെടെ കഴിയുകയാണ്. ഭൂമാഫിയകൾക്ക് വേണ്ട സൗകര്യമൊരുക്കിയതല്ലാതെ മറ്റൊരു വികസനവും മലമ്പുഴയിൽ നടന്നിട്ടില്ല. വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ നടപ്പിലാക്കേണ്ടതുമായ ഒരു പ്രവൃത്തിയും MLAയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കമ്മീഷൻ വ്യവസ്ഥയിലുള്ള കരാർ പണികളാണ് മലമ്പുഴയിൽ നടക്കുന്നത്. മലമ്പുഴയിലെ വികസന മുരടിപ്പിനെതിരെയുള്ള വിധിയെഴുത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റത്തിന്റെ വികാരം പ്രതിഫലിക്കുമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പതിറ്റാണ്ടുകളായി മലമ്പുഴ മണ്ഡലത്തിന്റെ വികസന മുരടിപ്പിന് കാരണക്കാരായ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമുഖരായ മന്ത്രിയായിരുന്ന, മുഖ്യമന്ത്രിയായിരുന്ന നിരവധി MLAമാരെ വിജയിപ്പിച്ചിട്ടും ഇന്നും മലമ്പുഴയുടെ സ്ഥിതി ഇതാണെങ്കിൽ മലമ്പുഴ മാറേണ്ടേ? മാറ്റത്തിന് സമയമായില്ലേ? സമയമായിരിക്കുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റുവതുകളിൽ നിങ്ങൾ എത്താനെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും മാറാൻ തയ്യാറായെങ്കിൽ, ഇനിയും മാറ്റാൻ തയ്യാറായെങ്കിൽ മലമ്പുഴയുടെ ദുരിതങ്ങൾ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ മാറ്റമുണ്ടാകണം. മാറാത്തത് മാറിയേ പറ്റൂ എന്നാണ് ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. BJP മലമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഉഷ ബാലചന്ദ്രൻ, ചിദംബരൻ, ഷൺമുഖൻ, മലമ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് S. സുജിത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരും LPG ക്ഷാമത്തിലേക്ക് നീങ്ങുന്നു. പാചകത്തിനായി കൂടുതൽ ഗ്യാസ് സിലിണ്ടർ കിട്ടാത്ത സാഹചര്യത്തിൽ ടൗണിലെ ഹോട്ടലുകൾ അടച്ചു തുടങ്ങി. ബേക്കറി കടക്കാരും സിലിണ്ടറിന് ക്ഷാമം നേരിടുമെന്നാണ് പറയുന്നത്. കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. ഗ്യാസിന്റെ വിലവർധനവിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല മേഖലയിലും LPG പ്രതിസന്ധിയാണ് അറിയാൻ കഴിയുന്നത്. ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാത്തതിനാൽ ഹോട്ടൽ മേഖലയിലുള്ളവർക്കാണ് കൂടുതൽ തിരിച്ചടി. പാചകത്തിനായി കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ ആവശ്യമാണ്. എന്നാൽ ഇത് ആവശ്യത്തിന് കിട്ടാത്തതിനെ തുടർന്നാണ് ഷൊർണൂരിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ടൗണിൽ പ്രവർത്തിക്കുന്ന കൂൾ ആൻഡ് ഫ്രഷ് ഹോട്ടൽ ഇതിനകം അടച്ചുപൂട്ടി. ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടർ കിട്ടാത്തതാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇത്തരം ബുദ്ധിമുട്ടുകൾ മറ്റു ബേക്കറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ബുക്കിംഗ് ചെയ്തിട്ട് സിലിണ്ടറുകൾ കിട്ടാനില്ലെന്നാണ് മറ്റു കടക്കാരും പറയുന്നത്. ബുക്കിംഗ് നമുക്കില്ല ഹോട്ടലിൽ
വീട്ടുകാർക്ക് തന്നെ 27 ദിവസം കണ്ട് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അവരുടെ ഇതുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ മാത്രമേ ഒരുപാട് കുടുംബങ്ങൾ വരെ കഷ്ടപ്പെടും. കാരണം അവർക്കൊക്കെ പണിയില്ലാതിരിക്കല്ലേ. നമ്മുടെ ഈ മേഖലയില്ല, എല്ലാ മേഖലയിലും വളരെയധികം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ മാക്സിമം നാളെ ഉച്ചവഴിക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ സമ്പന്നാവസ്ഥയിലാണ് കാണുന്നത്. ഏജൻസികളിൽ ആവശ്യത്തിന് സ്റ്റോക്ക് എത്താൻ വൈകുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായി പറയപ്പെടുന്നത്. ഇത്തരത്തിൽ ക്ഷാമം രൂക്ഷമാകുകയാണെങ്കിൽ കൂടുതൽ ഹോട്ടലുകളും ബേക്കറികളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തും. ഇനി ആവശ്യത്തിന് സിലിണ്ടറുകൾ എത്തുന്ന മുറയ്ക്ക് മാത്രമേ അടച്ചുപൂട്ടിയ ഹോട്ടലുകളുടെ പ്രവർത്തനവും ആരംഭിക്കാനാവുകയുള്ളൂ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാചക ഗ്യാസ് ലഭിക്കാത്തതിനെ തുടർന്ന് ചെറുതുരുത്തിയിലെ വിവിധ ഹോട്ടലുകൾ പൂട്ടി. ഉച്ചയൂൺ കൊടുക്കാൻ കഴിയാത്തതിലാണ് പല ഹോട്ടലുകളും അടച്ചത്. റംസാൻ വന്നതോടെ പകൽ തുറക്കാത്ത രാത്രികാലങ്ങളിൽ മാത്രം തുറക്കുന്ന ഹോട്ടലുകൾക്കും ഇത് തന്നെയാണ് അവസ്ഥ. നിരവധി ജീവനക്കാർക്ക് തൊഴിൽ താൽക്കാലികമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തരമായി അധികൃതർ ഇടപെടണമെന്ന് ഹോട്ടൽ ഉടമകൾ ആവശ്യപ്പെട്ടു. ഗ്യാസ് ലഭിക്കാത്തതിലാണ് പല ഹോട്ടലുകളും പൂട്ടേണ്ടി വന്നതെന്ന് വിവിധ ഹോട്ടലിൻ്റെ ഉടമകൾ അറിയിച്ചു. ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുന്നതിനായി 4 സിലിണ്ടറെങ്കിലും പ്രവർത്തിക്കണമെന്നും ഉടമകൾ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഒരു സിലിണ്ടർ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നും ഉടമകൾ പറയുന്നു. മൊത്തത്തിൽ ഡേറ്റാണ് നമ്മൾ ഒരു പരിധി വരെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബുക്കിംഗ് കൂടി എടുത്തു. വേറെ നാളെ മറ്റൊന്ന് രാവിലെ കൂടിയിട്ട് അത് കഴിയും. അത് കഴിഞ്ഞ ശേഷം എന്തെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഗ്യാസ് ഉണ്ടോയെന്ന് വെച്ചാൽ അവർ വിളിച്ചു. നാളെ ലോഡ് വന്നാൽ തരാം ചേട്ടാ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ വഴിയിൽ നമ്മൾ സ്ഥിരം എടുക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ എങ്ങനെയും തരാൻ പറ്റിച്ചാൽ തരാം, അല്ലാത്ത വർഷം. റംസാൻ വന്നതോടെ പകൽ തുറക്കാത്ത രാത്രികാലങ്ങളിൽ മാത്രം തുറക്കുന്ന ഹോട്ടലുകൾക്കും ഇതേ രീതിയിൽ തന്നെയാണ് അവസ്ഥ. ഇതോടെ നിരവധി തൊഴിലാളികളാണ് ജോലിയില്ലാത്തതിനെ തുടർന്ന് ബുദ്ധിമുട്ടുന്നത്. അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. തീർച്ചയായും, കാരണം ഒരു മുൻകൂട്ടിയുള്ള ഒരു വിവരവും തരാതെ നിർദ്ദേശമൊന്നും കിട്ടാതെ പെട്ടെന്നാണ് ഇന്ന് ഗ്യാസ് സപ്ലൈ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ഡെയിലി ഗ്യാസ് ആവശ്യമുള്ളതാണ്. കാരണം 3-4 അടുപ്പുകൾ കത്തിച്ചാൽ മാത്രമേ നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ പറ്റുള്ളൂ. പെട്ടെന്നുള്ള ഒന്ന് ഉച്ചയ്ക്ക് ചോദിച്ചപ്പോൾ ഗ്യാസ് കാണാതെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ ഗ്യാസിൽ അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഗ്യാസ് നമുക്ക് സപ്ലൈ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ നമ്മളെടുത്ത തീരുമാനമായിരുന്നു ഉച്ചഭക്ഷണം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളത്. കാരണം 3-4 അടുപ്പുകൾ കത്തേണ്ട ആവശ്യമായുള്ള ഗ്യാസ് നമുക്ക് കിട്ടിയില്ല. പിന്നെ അത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിന് ഉച്ചഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായി. അതേപോലെ തന്നെ അവർക്ക് നമ്മൾ ജോലി കൃത്യമായിട്ട് കൊടുക്കാനും ശമ്പളം കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ നൽകി പോയി കഴിഞ്ഞാൽ ഇന്ന് നാളെ തന്നെ അടയ്ക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് വളരെയധികം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അധികൃതർ എത്രയും പെട്ടെന്ന് നല്ല തീരുമാനമെടുത്താൽ മാത്രമേ ഞങ്ങളെ പോലുള്ളവർക്ക് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. കാരണം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളൊക്കെ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല തീരുമാനത്തിൽ ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റമെന്നാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തിരുവോണനാളിൽ വയോധികന്റെ ദേഹത്ത് തിളച്ച വെള്ളമൊഴിച്ച ക്രൂരതയിൽ അയൽവാസി പിടിയിൽ. തൃശൂർ അർക്കാഞ്ചേരി തെക്കുംകര സ്വദേശി ശശിയെ പൊള്ളിച്ച കേസിലാണ് അയൽവാസി രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 6 മാസം നീണ്ട ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി കുടുങ്ങിയത്. ദൃക്സാക്ഷികളോ CCTV ദൃശ്യങ്ങളോ ഇല്ലാത്തതിനാൽ പ്രതിയുടെ സംശയാസ്പദമായ പെരുമാറ്റവും സുഹൃത്തുക്കളോടുള്ള കുറ്റസംഭവവുമാണ് പോലീസിന്റെ നിർണായകമായത്. പൂടൂർ കോട്ടായി റോഡിൽ സുരക്ഷ നടപ്പാത നിർമ്മാണത്തിന് അനുമതിയായി രാഹുൽ മാങ്കുട്ടത്തിൽ MLA. പദ്ധതിക്കായി 5,10,00,000 രൂപ അനുവദിച്ചു. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് രാഹുൽ മാങ്കുട്ടത്തിൽ MLA പദ്ധതിക്കായി കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നടപ്പാത നിർമ്മാണ പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരനെ നിശ്ചയിച്ച് പൊതുമരാമത്ത് വകുപ്പുമായി കരാർ ഒപ്പിട്ടെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ MLA പറഞ്ഞു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി പറളിയിൽ കിസാൻ മേള നടത്തി. പറളി ചന്തപുര പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. വിസ്തീർണം കുറഞ്ഞു വരികയാണ്. എന്നാൽ കൃഷിക്കാരെ അവർ ഉത്പാദിപ്പിക്കുന്ന നെല്ല് സമയബന്ധിതമായി ഏറ്റെടുക്കാനും അവർക്ക് കൊടുക്കേണ്ട സബ്സിഡി ഉൾപ്പെടെയുള്ള സഹായങ്ങളൊക്കെ നല്ല നിലയിൽ നമ്മുടെ കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷിക്കാർക്ക് സബ്സിഡി കൊടുക്കുന്ന അല്ലെങ്കിൽ താങ്ങുവില പ്രഖ്യാപിക്കപ്പെട്ടുള്ള സംസ്ഥാനം 30 രൂപ നമ്മുടെ കേരളമാണ്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രശ്മി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷബനാസ് പടിയത്ത് പദ്ധതി വിശദീകരിച്ചു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാമദാസ്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം PR ശോഭന, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ധന്യ, സുജാത, ഉണ്ണികൃഷ്ണൻ, PG മുകുന്ദനുണ്ണി, പറളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS അജിത്, പഞ്ചായത്ത് അംഗങ്ങളായ വത്സല, K. ജയന്തി എന്നിവർ സംസാരിച്ചു. പറളി കൃഷി ഓഫീസർ രേഷ്മ നന്ദിയും പറഞ്ഞു. കുങ്കുമപ്പൂ കൃഷി എന്ന വിഷയത്തിൽ വികാസും, ഇലക്ട്രിക് ഫെൻസിംഗ് എന്ന വിഷയത്തിൽ ഉല്ലാസ് എന്നിവർ സെമിനാർ അവതരിപ്പിച്ചു. കർഷകർക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു.
കർഷകരുടെ വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ജൈവ കീടനാശിനികളുടെയും പരമ്പരാഗത കൃഷി ഉപകരണങ്ങളുടെയും വിൽപ്പനയും പ്രദർശനവും മേളയോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പുള്ളി ഏരിയ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം KK ഗൗരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പുള്ളി ഏരിയ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം KK ഗൗരി ടീച്ചർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മുമ്പത്തെ പോലെ നിലനിൽക്കുന്നുണ്ടോ ഇല്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മുടെ ഈ കുറഞ്ഞു വരുന്നുണ്ട്. ലിംഗസമത്വത്തിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? നിരന്തരമായിട്ടുള്ള നമ്മുടെ പോരാട്ടങ്ങളിലൂടെയാണ്. നമ്മൾ ഇത്തരം വിവിധ വേദികളിലൂടെ ഇങ്ങനെ സെമിനാറുകൾ അത് സംഘടിപ്പിക്കുന്നു, ക്ലാസുകൾ, അതുപോലെ പോരാട്ടങ്ങൾ, ഇതൊക്കെ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് മാർച്ച് 8 ഇങ്ങനെ വനിതാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? സി രുക്മി ടീച്ചർ അധ്യക്ഷയായിരുന്നു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ PA പത്മജ സ്വാഗതം പറഞ്ഞ കൺവെൻഷനിൽ ഗംഗാധരൻ നായർ, ES കൃഷ്ണൻ, K പരമേശ്വരൻ മാസ്റ്റർ, P ഗോപിനാഥൻ, സുരേഷ് പല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ പാട്ടും കവിതാലാപനവും ഉണ്ടായിരുന്നു. ഒരു 100 ജന്മങ്ങളായി കരിന്തിരികത്തി ഒടുവിൽ പിടഞ്ഞണഞ്ഞു, ഒരു കാലിലെ ചിലമ്പൂരി ശപിച്ചെറിഞ്ഞൊടുവിലി പുരമെരിക്കും, ഞങ്ങളൊടുവിലി പുരമെരിക്കും. അറിയുമോ നീ എന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നിങ്ങളെന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നിങ്ങളെന്നെ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലിംഗസമത്വത്തിൽ പുരോഗതി കൈവരിക്കുന്നുണ്ടെന്ന് SBI ഡെപ്യൂട്ടി മാനേജർ അഖില പറഞ്ഞു. SBI റിട്ടയർഡ് പെൻഷനേഴ്സിന്റെ വനിതാ ഫോറം നടത്തിയ വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഖില. പുതിയ തലമുറയിലുള്ള കുട്ടികളെ പേടിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനും, അതുപോലെ തന്നെ എന്താണ് ഇനീക്വലായിട്ട് ട്രീറ്റ് ചെയ്യാതെ ബോയ് അല്ലെങ്കിൽ ആണുങ്ങളുമായിട്ട് ഈക്വലായിട്ട് വളർത്തിയെടുക്കുന്നത്. അങ്ങനെ നിങ്ങളൊക്കെ വളർത്തിക്കൊണ്ട് വന്ന ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ് ഞാൻ. അപ്പം വണ്ടി ഓടിക്കാനാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഒരു പടി എവിടെയെങ്കിലും പുറകിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെന്താ പോവാത്തെ എന്ന് പറഞ്ഞ് എന്നെ തള്ളി വെച്ചിട്ടുള്ള ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ്. അവരുടെ മുമ്പിൽ ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഞാൻ ഒട്ടും തന്നെ ക്വാളിഫൈഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്ത്രീകളെ ഏത് കാര്യത്തിലും മുന്നിലെത്തിക്കുന്നതിൽ മുൻ തലമുറകൾക്ക് പ്രാധാന്യമുണ്ട്. അർഹിക്കുന്ന അവകാശവും ആദരവും നേടിയെടുക്കുന്നതിൽ വനിതാ സമൂഹം മെച്ചപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തോടും വ്യക്തികളോടുമുള്ള പെരുമാറ്റം ആദരവും അംഗീകാരവും നൽകും. ശൈശവഘട്ടത്തിൽ തന്നെ കുടുംബത്തിൽ നിന്നും ശീലമാക്കണമെന്നും അഖില പറഞ്ഞു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വാണി ദേവി, സിറാജ M ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാളപ്പറ AUP സ്കൂളിലെ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 5, 6, 7 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ E രാജഗോപാൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PK മണികണ്ഠൻ, ഹെഡ് മിസ്ട്രസ് KP സരസ്വതി, അധ്യാപകരായ രമ, ആശ, നിഷ, മഞ്ജുഷ, ധന്യ, സ്മിത എന്നിവർ സന്നിഹിതരായിരുന്നു. കുളപ്പുള്ളി IPT ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ സംരംഭത്വ വികസന ക്ലാസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ശില്പശാല നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ആശ G നായർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ സ്റ്റാർട്ടപ്പ് ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോളേജിലെ ED ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്റൽ ഇന്നോവേറ എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ആശ G നായർ നിർവഹിച്ചു. നല്ല ഐഡിയ ഉള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് നല്ല സംരംഭകരായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ 2 ക്ലബുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംരംഭകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സ്ഥാപനത്തിൽ 2022 ഇവിടുത്തെ ഫൈനൽ ഇയറിലെ ഒരു 4 കുട്ടികൾ ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരുന്നു. അത് ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഡൽഹിയിലുള്ള അവരുടെ സ്റ്റാർട്ടപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരുന്നു പ്രവർത്തിച്ചു തുടങ്ങിയത്. അതുപോലെ ഓൾറെഡി വിജയിച്ച് നമ്മുടെ മുന്നിൽ എക്സാമ്പിളായിട്ടുള്ളത് നമ്മളുടെ 2005 ബാച്ചിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ രജിത് രാമചന്ദ്രൻ എന്നൊരു വിദ്യാർത്ഥി. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഒരുപക്ഷെ അറിയായിരിക്കാം.
നിങ്ങളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ, ഫസ്റ്റ് ഇയർ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഇവിടെ വന്നിരുന്നു. രജിത്തിന്റെ ഫെയർ കോഡ് എന്നുള്ളൊരു സ്റ്റാർട്ടപ്പ് എറണാകുളം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ED ക്ലബ് കോർഡിനേറ്റർ ഷീബ അധ്യക്ഷയായിരുന്നു. ഷൊർണൂർ വ്യവസായ വികസന ഓഫീസർ VK ബിനുഗോപാൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം HOD P പ്രകാശ്, പ്രിന്റിംഗ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് HOD RM അനൂപ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് HOD KT സുധീർ, നോഡൽ ഓഫീസർ N ജംഷീർ, യൂണിയൻ ചെയർമാൻ P അക്ഷയ്, ജാസിർ ഹുസൈൻ, P ചന്ദന എന്നിവർ സംസാരിച്ചു. തുടർന്ന് 3 സെക്ഷനുകളായി വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ സംഘടിപ്പിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂമാഫിയയ്ക്ക് വേണ്ടിയുള്ള റോഡ് വികസനമല്ലാതെ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ മറ്റൊരു വികസനവും കഴിഞ്ഞ 10 വർഷക്കാലം നടന്നിട്ടില്ലെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ. മലമ്പുഴയിലെ വികസനം പരസ്യവാചകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണെന്നും മലമ്പുഴ മണ്ഡലത്തിലെ ജനവികാരം MLAയ്ക്കും സർക്കാരിനും എതിരാണെന്നും V ഉണ്ണികൃഷ്ണൻ. മലമ്പുഴ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ആരോപിച്ച് MLA ഓഫീസിലേക്ക് BJPയുടെ പ്രതിഷേധ മാർച്ച്. LPG ക്ഷാമം. ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാത്ത സാഹചര്യത്തിൽ ഷൊർണൂരിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടി തുടങ്ങി. ബേക്കറി കച്ചവടക്കാരും ആശങ്കയിൽ. ഹോട്ടലുകൾ അടച്ചുപൂട്ടിയത് ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടർ കിട്ടാത്ത സാഹചര്യത്തിൽ. ഗ്യാസ് ക്ഷാമം രൂക്ഷമാവുകയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും ആശങ്ക. ചെറുതുരുത്തിയിലും LPG ക്ഷാമം. വിവിധ ഹോട്ടലുകൾ പൂട്ടി. നിരവധി തൊഴിലാളികൾക്ക് താൽക്കാലിക തൊഴിൽ നഷ്ടം. പ്രതിസന്ധി പരിഹരിക്കാൻ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഹോട്ടൽ ഉടമകൾ. തിരുവോണനാളിൽ വയോധികന്റെ ദേഹത്ത് തിളച്ച വെള്ളമൊഴിച്ച ക്രൂരതയിൽ അയൽവാസി പിടിയിൽ. തൃശൂർ വടക്കാഞ്ചേരി തെക്കുംകുറ സ്വദേശി രാജനാണ് പോലീസിന്റെ പിടിയിലായത്. ദൃക്സാക്ഷികളോ CCTV ദൃശ്യങ്ങളോ ഇല്ലാതിരുന്ന കേസിൽ പ്രതിയുടെ സംശയാസ്പദമായ പെരുമാറ്റവും സുഹൃത്തുക്കളോടുള്ള കുറ്റസമ്മതവും 6 മാസം നീണ്ട ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി കുടുങ്ങിയത്. കൂടൂർ കോട്ടായി റോഡിൽ സുരക്ഷിത നടപ്പാത നിർമ്മാണത്തിന് അനുമതിയായതായി രാഹുൽ മാങ്കുട്ടത്തിൽ MLA. പദ്ധതിക്കായി 5 കോടി 10 ലക്ഷം രൂപയുടെ അനുമതി. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് രാഹുൽ മാങ്കുട്ടത്തിൽ MLA കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് അനുമതിയായത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നടപ്പാത നിർമ്മാണ പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും കരാറുകാരനെ നിശ്ചയിച്ചതായും രാഹുൽ മാങ്കുട്ടത്തിൽ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.